ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു സംഭവം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ യൂട്യൂബിലൊക്കെ കാണൂലേ, കോട്ടൻ്റെയും അതേപോലത്തെ ബനിയൻ ക്ലോത്തിൻ്റെയൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഓൾഡ് ക്ലോത്ത് കൊണ്ട് നമുക്ക് മോപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ റെഫർ ചെയ്ത് നമ്മൾ മോപ്പ് ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഏത് നേരത്താണ് എനിക്കിത് തോന്നിയതെന്ന് വരെ തോന്നിപ്പോയി. പക്ഷെ നമ്മളത് എന്തായാലും ശരിയാക്കിയെടുക്കും. കാരണം എന്താ, നമ്മളിങ്ങനെ തോറ്റു കൊടുക്കാനും ശരിയല്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്താണ് എനിക്ക് പറ്റിയതെന്നും അതേപോലെ തന്നെ ഞാനത് ക്ലിയർ ആക്കാൻ എന്താ ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കാക്കുവിൻ്റെ ഒരു ഓൾഡ് ടീഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആയിരുന്നു, നരച്ച് ഏകദേശം വെള്ളൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ പെയിൻറ്റിങ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ്. അതുകൊണ്ടാണ് ടൈം കുറച്ച് വരെയും കുത്തൊക്കെ ഞാൻ ഈ ടീഷർട്ട് ഇങ്ങനെ നിർത്തി വെച്ചപ്പോൾ അല്ലുപ്പോൾ അയിമ കുറച്ച് കിടക്കലും വായിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാൻഡും നെക്ക് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സംഭവം ഞാൻ കണ്ട വീഡിയോസിലൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കൂല, കുറച്ച് അടിയിൽ നിന്ന് എടുക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് കുറച്ച് ലോങ് ആയിട്ട് ഇത് ചെറിയൊരു ടീഷർട്ട് ആയതുകൊണ്ട് കുറച്ച് നീളം കിട്ടൂല വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കോളർ പോർഷനും ഹാൻഡ് പോർഷനും ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്, 2 പീസ് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ പണികൾ തുടങ്ങാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ സാധാരണ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ ഇങ്ങനെ കറക്റ്റ് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് കണക്കിന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യത്തെ 2 പീസ് അങ്ങനെയൊക്കെ കണക്കിന് കട്ട് ചെയ്തെടുത്തു. ഞാൻ വലിച്ച് കീറാനൊക്കെ നോക്കിയിട്ടോ, പക്ഷേ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് അതിങ്ങനെ പിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞാനതൊന്നും കാര്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ സാധാരണ ഇങ്ങനെ കത്രിക കൊണ്ട് തന്നെ കട്ട് ചെയ്തു. ഞാൻ കട്ടിങ്ങിലൊന്നും വലിയ എക്സ്പേർട്ട് അല്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ മടക്കി വെക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മളിത് ഹാഫായിട്ട് മടക്കുന്നുണ്ട്. മടക്കി വെക്കുന്ന ആ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഇത് നമ്മൾ വിട്ടു കൊടുത്തിട്ട് വേണം മടക്കിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 വലിയ കണക്കിലൊക്കെ വെട്ടിയിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ്. എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് പറയണേ. ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടി എൻ്റെ ഇഷ്ടത്തിനുള്ള അളവുകളൊക്കെ എന്തായാലും തുടക്കാനല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തു തരുന്നത് അല്ലുവാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ പീസൊക്കെ വന്നു കേട്ടോ. അപ്പോൾ എന്താ എനിക്ക് പറ്റിയ അമളിയെന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിൻ്റെ ഭാഗമൊക്കെ എടുത്തില്ലേ, അവിടെ നിന്ന് നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. എന്നാലും ഞാൻ ഏകദേശം ഒപ്പിച്ച് ഇങ്ങനെയൊരു സീനാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു റെഡ് ടീഷർട്ട് കൂടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം യൂസ് ചെയ്ത് കട്ടില്ലാണ്ടായിട്ടുള്ളൊരു ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആരുതാന്ന് വെച്ചാൽ നമ്മുടെ മൂത്തച്ഛൻ്റെ മോളുടേതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി, നമ്മൾ കട്ട് ചെയ്തില്ലേ ബ്ലാക്ക്, അതിൻ്റെ മേലൊന്ന് വെച്ച് നോക്കി. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഇറക്കം കമ്മിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും സാരമില്ല, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതായാലും ഉള്ളിൽ നമുക്ക് ഈ റെഡ് ഇടാം, പുറത്ത് നമുക്ക് ബ്ലാക്ക് ഇടാമെന്ന് വെച്ചിട്ട് റെഡ് കട്ട് ചെയ്തെടുത്തു. അപ്പോഴാണ് അതിലും ഭയങ്കര കോമഡി. ഓരോ പീസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. കുറേ സൈഡ് കീറികൊണ്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നിൻ്റെ ശ്രദ്ധ കുറവാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വല്ലാതെ പ്രീപെയ്ഡും പ്ലാനഡും ഒന്നും അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ബലമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് അളവെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ല ഞാൻ ഇതേപോലെ കറച്ചിട്ട പോലെയൊക്കെ ആവും. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നിങ്ങനെ ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം, എന്നാലല്ല അതൊരു നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഇങ്ങനെ മോപ്പിൻ്റെ ആ ഒരു സ്റ്റിക്കുമെന്ന് ഊരിയെടുക്കണമെങ്കിലൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ഏകദേശം അതിൻ്റെ ഒരു 50 ആയിട്ട് മടക്കിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെഡും 50 ആയിട്ട് മടക്കിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റെഡിൻ്റെ സത്യം പറഞ്ഞാൽ ഒരു തീരെ വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ട് ആകെ പിച്ച് ചീത്തിയ പോലെ ആയിട്ടുണ്ട്. അതേപോലെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെൻറ്ററിൽ അവരെയൊക്കെ ഒന്ന് ബന്ധിപ്പിച്ച് തുന്നിയെടുക്കാനുള്ളതാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. തുന്നിയെടുക്കാൻ നല്ല പണിയാണ് കേട്ടോ. ഇത്രയും കട്ടിയിൽ ഇങ്ങനെ സാധനങ്ങൾ വെച്ച് തുന്നിയെടുക്കല്ലേ, അത് നല്ല പണി കിട്ടും. ഞാൻ ഏകദേശം ഒരു രൂപ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് ഒന്നിങ്ങനെ അളന്ന് നോക്കുകയാണ്. അതിൻ്റെ ശേഷം നമ്മൾ എല്ലാ ക്ലോത്തും പാടെ ഒരുമിച്ച് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ആ ഒരു നീല ക്ലോത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നീല എടുക്കാൻ കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എത്രയും കുളയിക്കണിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കട്ട് ചെയ്തെടുത്തതിൻ്റെ വൃത്തി കൊണ്ടാണ് കേട്ടോ. അത് ആകെ കരച്ചിട്ട മാതിരി. പിന്നെ ഞാൻ കത്രിക കൊണ്ടൊന്നും വലിയ എക്സ്പേർട്ടല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു രൂപത്തിലാക്കിയെടുത്തു അവസാനം. ഇനി നമ്മൾ ആ ക്ലോത്തിൻ്റെ ഒരു നീളമാണ് ഞാൻ കാണിക്കുന്നത്. എക്സ്ട്രാ കുറച്ച് നീളം കൂടി ഉണ്ടായിരുന്നു. ഇനി അതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കാം കേട്ടോ.
രണ്ട് സൈഡിലൂടെയും തുന്നി കൊടുക്കുന്നുണ്ട്. നമ്മൾ സൂചി നൂലൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ തുമ്പിൽ കെട്ടിട്ടിട്ട് നമ്മൾ സാധാരണ തുന്നുന്ന പോലെ തന്നെ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തുന്നാൻ നല്ല റിസ്ക്, 4-5 ലെയർ ക്ലോത്ത് വരുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നന്നായിട്ട് ശക്തി എടുത്തിട്ട് വേണം കേട്ടോ അങ്ങനെ അടിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടു എക്സ്ട്രാ ഉള്ള പീസ്, എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണേന് കറക്റ്റാക്കിയിട്ട് വെച്ചേക്കാണ്. എളുപ്പപ്പണിക്ക് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്. തുന്നലിൻ്റെ വൃത്തിയൊക്കെ കണ്ടില്ലേ, ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എനിക്ക് എല്ലാം കഴിയുന്നു. ഇതൊക്കെ വെറും അഡ്ജസ്റ്റ്മെൻറ്റാണ് കേട്ടോ. ഞാൻ ഏതായാലും ഇതിന് നിന്നില്ലേ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ രൂപത്തിലാക്കണ്ടേ, അല്ല ഞാൻ 2 ദിവസമായിട്ട് ഈ ചെയ്തെടുക്കുന്ന ടൈമൊക്കെ എൻ്റെ വേസ്റ്റായി പോവും. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഒപ്പിച്ച് തുന്നിയെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാലോ ഈ തുന്നിയെടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് അൽഹംദുലില്ലാ പറഞ്ഞത്. ഇപ്പോൾ ചെറുതായിട്ടൊരു മോപ്പിൻ്റെ ലുക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചെറിയൊരു ലുക്ക് കമ്മി ഉണ്ടെങ്കിലും വർക്കാവുമോ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള സാധനങ്ങൾ. ആ സൈഡിലൊക്കെ കണ്ടില്ലേ വീതിക്ക് നിൽക്കണേ. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവരുടെ വീഡിയോ ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എന്നെപ്പോലെ തന്നെ അവിടെയും ഇവിടെയും കണ്ടിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും. പക്ഷേ അൽഹംദുലില്ലാ ഇങ്ങനെയെങ്കിലും കിട്ടിയാലോ. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്, ഒരു ഷേപ്പാക്കി. അതും കത്രിക എടുത്തിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് വക്കൊക്കെ ഒന്ന് വെട്ടി കൊടുത്ത് എക്സ്ട്രാ ഉള്ളതൊക്കെ കളഞ്ഞപ്പം ഏകദേശം ഒരു വൃത്തിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പഴയ മോപ്പ് എടുത്തിട്ടുണ്ട്. പഴയത് പറഞ്ഞാൽ ഇവിടെ ഇത്രയും കാലം യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു മോപ്പാണ് കേട്ടോ. ലുക്കൊന്നും നോക്കണ്ട, നമ്മൾ വർക്ക് ചെയ്യുമോ എന്നുള്ളത് പരീക്ഷിക്കുക. എന്നിട്ട് ഈ ക്ലിപ്പ് പലതിനും പല രൂപത്തിലായിരിക്കും. ഈ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യണതല്ലേ, അതേപോലെ തന്നെ ചെയ്യാം. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് കേട്ടോ സത്യത്തിൽ എനിക്കൊന്ന് ആശ്വാസമായത്. അല്ല, ഇത് ചെറുതായിട്ടെങ്കിലും ആ രൂപത്തിലായിന്. നമ്മൾ 2 ദിവസത്തെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. അത് നമ്മൾ ഈ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു നൂല് പരുവത്തിൽ ലുക്കിൽ കിട്ടും. ഇനി നമുക്ക് പരീക്ഷണം ഇപ്പം തന്നെ ആയാലോ. കാവിയുടെ തറയാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കാനൊന്നും എനിക്ക് വീഡിയോൻ്റെ മുമ്പിൽ കഴിയില്ല. മോൻ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒറ്റ കൈ കൊണ്ടൊക്കെ തുടക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെ അതൊന്നും കഴിയൂല കേട്ടോ. ഞാൻ ആ ഫോൺ അവിടെ വെച്ചിട്ട് തുടച്ചതിൻ്റെ ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഒത്തിരി കട്ടി കുറവായിട്ട് എനിക്ക് തോന്നി. ഇൻഷാ അല്ലാഹ് നമുക്കിനി 1-2 ലെയർ കൂടി ഇതിമ്മക്ക് തുന്നി പിടിപ്പിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചതിന് ശേഷം കാണിച്ചു തരാം, അതേ നടക്കുള്ളൂ. അല്ലാണ്ട് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ തുടച്ചെടുത്തത്. അപ്പോൾ ഞാൻ ആകെ ഒരു പ്രാവശ്യം ഇങ്ങനെ വീശിയെടുത്തിട്ടുള്ളൂ. നല്ല ഉഷാറായിട്ടുണ്ട്. ഇതുവരെ നഷ്ടബോധം തോന്നി ആകെ ഫീലായിരിക്കണം. എനിക്ക് നല്ല ഹാപ്പി ആയിട്ടത് തുടച്ച റിസൾട്ട് കൂടി കണ്ടപ്പോൾ. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ അപ്പം ഒരു കൗതുകത്തിൻ്റെ പേരിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അല്ലാണ്ട് വാങ്ങുന്നതല്ലേ സുഖം എന്ന് കരുതുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ നല്ല സൂപ്പർബായിട്ടുള്ള മോപ്പ് കിട്ടും. ഞാൻ ശ്രദ്ധിക്കാതെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല മോപ്പ് കിട്ടി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഇതൊന്ന് ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പോയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വരൂ കേട്ടോ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.